ഇത് എന്തിനു വേണ്ടിയുള്ള പൗഡറാണെന്നല്ലേ? ഇതാണ് ഹോം മെയ്ഡ് മന്തി മസാല. മന്തിക്ക് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ കബ്സക്കും യൂസ് ചെയ്യാം. ഇത് കബ്സ മസാല സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുകയാണെങ്കിൽ ഒരു ഡ്രൈഡ് ലെമൺ കൂടി ചേർക്കും. ഈ മസാല ചേർത്ത് കബ്സ ചെയ്യുമ്പോൾ ഒരു ഡ്രൈഡ് ലെമൺ നമ്മൾ റൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ചേർക്കും. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇനി ഇതിൻ്റെ ചേരുവകളും റെസിപ്പിയും പറയാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹോം മെയ്ഡ് മന്തി മസാല റെസിപ്പിയാണ്. കൂടെ നമുക്കിത് ഈ മസാല കൊണ്ട് തന്നെ കബ്സയും ഉണ്ടാക്കാം. നാല് വലിയ സ്പൂൺ മല്ലി, 4 വറ്റൽമുളക്, ഒരു വലിയ കറാമ്പട്ടയുടെ പീസ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5-6 പീസുണ്ട്. കറാമ്പൂ ചെറിയ ചെറിയ പൂക്കളായതുകൊണ്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സ്റ്റാർ അനീസ്, ഇത് തക്കോലം ഒരെണ്ണെടുത്തിട്ടുണ്ട്, ഒരു പൂവ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. 10 ഏലക്കായ, ജാതിക്കയുടെ ഉള്ളിലത്തെ കുരുവിൻ്റെ ചെറിയ 2 പീസ്, ജാതി പത്രിയുടെ 2-3 പീസ്, 2-3 ബേ ലീഫ്, ഒരു ചെറിയ ബ്ലാക്കിഷ് ഡ്രൈഡ് ലെമൺ. ഇതൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇത് കബ്സ മസാലയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു 2-3 ചേർക്കാൻ പറ്റും. പൊടിച്ചെടുക്കുന്ന മസാല ഒരു തവണയ്ക്ക് വേണ്ടിയല്ല, ഒരു 5-8 തവണ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 1.5 ടേബിൾ സ്പൂണേ ഇതിൻ്റെ മസാല ആവശ്യമുള്ളൂ നമുക്ക് ഒരു പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കാൻ. ഇനി കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്, അത് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ജീരകമാണ്, ഒന്നിച്ചിട്ടാൽ കരിഞ്ഞു പോകും. 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകം, 1 ടീസ്പൂൺ സാജീരകം. ഇത്രയും സാധനമാണ് ഇത് എടുത്ത് വെച്ചത്. വലിയ പ്ലേറ്റിൽ എടുത്ത് വെച്ച മസാലക്കൂട്ടുകൾ ആദ്യം നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുക. അധികം മൂത്തൊന്നും വരേണ്ടിയില്ല. അതിൽ ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ ജീരകം ചെറുങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുപ്പിക്കുക. ഇറക്കി വെച്ച ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. വലിയ പ്ലേറ്റിൽ വെച്ച മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജീരകം കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് ഇറക്കി പൊടിച്ചെടുക്കണം. ഇത് നമ്മുടെ ബിരിയാണി മസാല പോലെ അത്ര മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ചും നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ചെറുനാരങ്ങയുടെ ഇതുണ്ടല്ലോ, ഉണക്ക് നാരങ്ങ, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഇതിൽ മാറ്റി വെച്ച ജീരകവും കുരുമുളകൊക്കെ ചേർക്കാൻ പോവാണ്. ജീരകം ചെറുതായി പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇത് ഓഫ് ചെയ്യുക. അധികം കരിഞ്ഞു പോകരുത്. മസാലകളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ മതി. ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മന്തി മസാല റെഡി. ഇനി എയർ ടൈറ്റുള്ള ഒരു ഡബ്ബയിൽ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. നമുക്ക് 1-2 മാസമല്ല കൂടുതൽ എടുക്കാം. ഡബ്ബ ഒരിക്കലും തുറന്ന് വെക്കരുത്, അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കളയും. അതുകൊണ്ട് എപ്പോഴും എടുത്താൽ വേഗം അടച്ച് വെക്കുക, എങ്കിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മസാല തന്നെ കബ്സ ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇത് വെച്ച് നല്ല ടേസ്റ്റിലുള്ളൊരു മന്തി ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ കബ്സ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഹോം മെയ്ഡ് മന്തി മസാലയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.